എറണാകുളം P&D കോളനി നിവാസികളെ പുനരധിവസിച്ച ഫ്ളാറ്റ് ചോർന്ന സംഭവം പരിശോധിക്കാൻ വിദഗ്ധ സമിതി എത്തും. തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ രൂപീകരിച്ച സംസ്ഥാനതല സാങ്കേതിക സമിതിയാണ് ഫ്ളാറ്റിൽ പരിശോധനയ്ക്കെത്തുക. കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയിലാണ് ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടായത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കഴിഞ്ഞ മഴയിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഫ്ളാറ്റിനുള്ളിൽ വന്നിരുന്നത്. ഫ്ളാറ്റ് നിവാസികളെല്ലാം പറയുന്നത് ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ സീലിംഗ് എല്ലാം പൊളിഞ്ഞു വീഴുന്നൊരു സാഹചര്യമാണ്. ആളപായം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇനി ആളപായം ഉണ്ടാകുന്നത് വരെയാണോ കാത്തിരിക്കുന്നതെന്നെല്ലാം അവർ നിസ്സഹായ അവസ്ഥയിൽ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പേരണ്ടൂർ കനാൽ ഭാഗത്തു നിന്നും ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ P&D കോളനി നിവാസികളെ നേരെ മുണ്ടംവേലിയിലെ സർക്കാർ വക ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിച്ചത്. കഴിഞ്ഞ ജനുവരിയിലാണ് 70 കുടുംബങ്ങളെയും ഈ ഫ്ളാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ആ സമയത്ത്, അതായത് ജനുവരിക്ക് ശേഷം ഈ സെപ്റ്റിക് ടാങ്ക് അടക്കം പൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതിൽ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ആ പ്രശ്നമുണ്ടായ സമയത്ത് കോളനിവാസികൾ നേരെ അധികൃതരെ അറിയിച്ചെങ്കിലും അക്കാര്യത്തിൽ തുടർ നടപടികൾ മുന്നോട്ട് പോയില്ല. അതിനിടയിൽ തന്നെയാണ് കഴിഞ്ഞ മാസം ശക്തമായിട്ടുള്ള മഴ പെയ്തത്. തുടർന്ന് ഈ ഫ്ളാറ്റ് ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതായത് പണിത് നൽകി ഏകദേശം ഫ്ളാറ്റ് കൈമാറി 4 മാസത്തിന് ശേഷമാണ് ഈ ഫ്ളാറ്റിന് ചോർച്ച ഉണ്ടാകുന്നത്. ഹൈക്കോടതി പോലും അത് വിമർശന വിധേയമാക്കിയ ഒരു സാഹചര്യമുണ്ട്. GCDയുടെ അടക്കം ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ രൂപീകരിച്ച സംസ്ഥാനതല സാങ്കേതിക സമിതി P&D കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള മുണ്ടംവേലിയിലെ ഫ്ളാറ്റ് സമുച്ചയം പരിശോധിക്കാനായിട്ട് എത്തുന്നത്. പ്രധാനമായിട്ടും എന്ത് കാരണം കൊണ്ടാണ് ചോർച്ച ഉണ്ടായത്, ആ ചോർച്ച പരിഹരിക്കാൻ ഏത് വിധത്തിൽ സാധിക്കും തുടങ്ങിയ വിശദാംശങ്ങളാണ് അന്വേഷണ സമിതി പരിശോധിക്കുക. നേരത്തെ തന്നെ, അതായത് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ്. ഈ ചോർച്ച ഉണ്ടായ ഭാഗത്ത് നേരത്തെ വാട്ടർ പ്രൂഫിംഗ് അടക്കം നടത്തിയെങ്കിലും ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ചോർച്ചയ്ക്ക് പുറമെ സെപ്റ്റിക് ടാങ്ക് പ്രശ്നങ്ങളും, അതായത് ടാങ്ക് പൊട്ടിയൊലിക്കുന്ന പ്രശ്നങ്ങളും ഈ അവിടെ താമസിക്കുന്നവർ നേരിടുന്നുണ്ട്. അധികൃതർ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. സർക്കാർ വക ഫ്ളാറ്റിൽ തന്നെയാണ് ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഷവർ ബിൽഡിംഗ് എന്നായിരുന്നു നേരത്തെ ഹൈക്കോടതി വിഷയത്തിൽ വിമർശന രൂപേണ പരിഹസിച്ചത്. എന്തായാലും GCD അടക്കം നൽകുന്ന റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും സാങ്കേതിക വിദഗ്ധ സമിതി അതിന്റെ റിപ്പോർട്ടടക്കം കോടതി പരിശോധിക്കും. എന്തായാലും നിലവിൽ ഈ ചോർച്ച ഉണ്ടായ ഭാഗത്ത് വാട്ടർ പ്രൂഫിംഗ് അടക്കം നടത്തിക്കൊണ്ട് ചെറിയ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവിടുത്തെ താമസക്കാർ ഉന്നയിക്കുന്നത്. രേഷ്മ ബാബു വിവരങ്ങൾ പങ്കുവച്ചു.